Hi everyone. Today we are going to discuss nanochemistry. Nanochemistry എന്ന് പറയുമ്പോൾ നമ്മുടെ 1950s ശേഷം 1950-കൾക്ക് ശേഷം വന്ന ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രി ബ്രാഞ്ചാണ്. വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഒരു സബ്സ്റ്റൻസിൻ്റെ ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നാനോ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ വാക്കിൽ നിന്ന് നമുക്ക് കിട്ടും നാനോ. നമ്മൾ പരിചയമുള്ള കുറച്ച് നാനോ ടേംസ് ഉണ്ട്, വിച്ച് ആർ നാനോ കാർ. ടാറ്റയുടെ ഒരു കാറാണ് നാനോ കാർ. എന്താ അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നാനോ എന്നുള്ള വാക്കുകൊണ്ട് ചെറുത് എന്നുള്ളതാണ്, ഏറ്റവും ചെറുത്. സോ നാനോ. അതുപോലെ നമ്മുടെ ഇപ്പോഴുള്ള സ്മാർട്ട് ഫോൺസിലൊക്കെ സിമ്മിൻ്റെ സൈസ് നമ്മൾ നാനോ സിം എന്നാണ് പറയുക. നാനോ ആദ്യം വലിയ സിമ്മായിരുന്നു, പിന്നെ അത് മൈക്രോ സിമ്മായി, ഇപ്പോൾ ആ ഒരു ചിപ്പ് മാത്രമേ ഉള്ളൂ, വിച്ച് ഈസ് കോൾഡ് നാനോ സിം അല്ലേ. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏറ്റവും ചെറുത്, പക്ഷേ ആവശ്യമുള്ളത്ര സൈസറ്റ് വേണേന്. സോ ദാറ്റ് ഈസ് കോൾഡ് നാനോ. സോ കെമിസ്ട്രിയിലേക്ക് വരുമ്പം നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ സ്റ്റഡി ഓഫ് സ്മോളസ്റ്റ് പാർട്ടിക്കിൾസ്. ഏറ്റവും ചെറുത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതിൻ്റെയും താഴത്തേക്ക് ഇനി ഗവേഷണങ്ങൾ, റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ താഴത്തേക്ക് ഇനിയും പോകാൻ ചാൻസ് ഉണ്ട്. സോ നാനോ എന്ന് പറഞ്ഞാൽ സൈസ് ചെറുതാക്കി 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 ഏറ്റവും ചെറിയ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറം പിന്നെ ആറ്റം എന്ന് പറയുന്ന ആ ഒരു ടേം മാത്രമേ ഉള്ളൂ. ആറ്റമാണ് നമുക്കറിയാം, ഡാൾട്ടൺസ് ആറ്റോമിക് തിയറിയൊക്കെ നമുക്കറിയാം. ആറ്റത്തിനെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ. ഡിവൈഡ് ചെയ്യാനുള്ള ടെക്നിക്സൊക്കെ അങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അത് പോസിബിൾ ആവുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, ഡാൾട്ടൺസ് ആറ്റോമിക് തിയറിയൊക്കെ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ആ ആറ്റത്തിൻ്റെ സൈസിലേക്ക് എത്തുന്നില്ല, അതിൻ്റെ തൊട്ട മുകളിലാണെന്ത് നാനോ എന്ന് പറഞ്ഞ സൈസിലേക്ക് വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് ടേംസ് ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഡിസ്കസ് ഈ ചാപ്റ്ററിൽ, ഈ ഒരു നാനോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടേംസ് ഇതൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ, വളരെ ചെറിയൊരു പോർഷനാണ്. സോ നാനോ സയൻസ്, നാനോ കെമിസ്ട്രി, നാനോ ടെക്നോളജി, നാനോ പാർട്ടിക്കിൾസ്, നാനോ സൈസ്, ഇത് മൊത്തം നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് അറിയേണ്ട 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ക്വസ്റ്റ്യൻ രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ പറയും. ഓക്കെ, സോ അതിന് ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് വാട്ട് ആർ CNTs. CNT എന്ന് പറഞ്ഞാൽ കാർബൺ നാനോ ട്യൂബ്സ്. ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ട്. മെത്തേഡ്സ് ഓഫ് സിന്തസിസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ്. സിന്തസിസ് ഓഫ് നാനോ പാർട്ടിക്കിൾസ്. നാനോ പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്നതിനുള്ള, പ്രിപ്പയർ ചെയ്യുക, അത് മാനുഫാക്ചർ ചെയ്യാം, സിന്തസിസ് ചെയ്യുന്നതിനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. നാനോ മെറ്റീരിയൽസ് കൊണ്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ഇത് വളരെ ഏറ്റവും പുതിയൊരു ടോപ്പിക്കാണ്, സിലബസിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്ക് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന ടോപ്പിക്കാണെന്ത്? നാനോ കെമിസ്ട്രി എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഒരു രീതിയിൽ പറയാം. നമുക്ക് എങ്ങനെ പറയാം? നാനോ സയൻസ്, നാനോ കെമിസ്ട്രി, നാനോ ടെക്നോളജി, നാനോ പാർട്ടിക്കിൾസ്, നാനോ സൈസ്. ഇതൊരു ഫ്ലോയിൽ നമുക്ക് പറയാൻ പറ്റും. നാനോ സയൻസ് എന്ന് പറയുമ്പം സയൻസ് ഡീൽസ് വിത്ത് നാനോ പാർട്ടിക്കിൾസ്. ഇത്രയുള്ള സിമ്പിളാണ് സയൻസ്. നാനോ സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ എന്താണ്? വിച്ച് ഇസ് എ സയൻസ് ഡീൽസ് വിത്ത് നാനോ പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണത് നാനോ സയൻസ്. പിന്നെ അടുത്തേക്ക് വരുമ്പോൾ നാനോ കെമിസ്ട്രി എന്ന് പറയുമ്പോഴോ, അതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്ത് വരും? നാനോ കെമിസ്ട്രി എന്ന് പറയുമ്പം കെമിസ്ട്രി ഡീൽസ് വിത്ത് നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസ്. ഇതാണെന്ത്? നാനോ കെമിസ്ട്രി. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ ഞാൻ പറയുന്നത് കേട്ടോ. ദെൻ നാനോ ടെക്നോളജി. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരുപാട് ടെക്നോളജീസ് നാനോൻ്റെ ടേംസിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ടെക്നോളജി എന്ത് ചെയ്തിട്ടുണ്ട്? നാനോൻ്റെ ടേംസിലേക്ക്, അല്ലെങ്കിൽ നാനോൻ്റെ ആ ഒരു സൈസിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന, നമുക്കത് അറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ, നമ്മൾ കാണുന്ന പലതും എന്ത് തന്നെയാണ്? നാനോ മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ നമുക്കിതിൽ കുറച്ചൊക്കെ അതിൽ പറയാനുണ്ട്. ദെൻ നാനോ പാർട്ടിക്കിൾസ്. സാധാരണ പാർട്ടിക്കിൾസ് നമുക്കറിയാം, ഏറ്റവും ചെറിയ ആളുകളെ നമ്മൾ പാർട്ടിക്കിൾസ് തന്നെ വിളിക്കാം. നമ്മൾ ഈ ആറ്റംസ്, മോളിക്യൂൾസ്, അയോൺസ് എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മൾ വിളിക്കുന്ന പേര് പാർട്ടിക്കിൾസ് തന്നെയാണ്. പക്ഷേ അതെന്താണ്? പലതരത്തിലുള്ള സൈസിൽ അവരുണ്ടാവുക. പക്ഷേ നാനോയിലേക്ക് വരുമ്പം നാനോ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് ഓഫ് നാനോ സൈസിലുള്ള പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസ് വിച്ച് ആർ ഹാവിങ് സൈസ് ഇൻ നാനോ സ്കെയിൽ എന്നാണ് പറയുക. നാനോ സ്കെയിലുള്ള പാർട്ടിക്കിൾസിനെ വിളിക്കുന്ന പേര് നാനോ പാർട്ടിക്കിൾസ്. അടുത്തിലേക്ക് വരുമ്പോൾ എന്താണ്? നാനോ സൈസ് എന്താണ് നാനോ സൈസ്? നാനോ സൈസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് മെഷേർഡ് ഇൻ നാനോമീറ്റർ. നാനോമീറ്ററിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു മെഷർമെൻറ്റ് ഉള്ള പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണെന്ത്?
നാനോ സൈസ്ഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നാനോ സൈസ്ഡ് പാർട്ടിക്കിൾസ്. സോ നാനോ സൈസ് എന്ന് പറഞ്ഞാൽ അടുത്ത സ്ലൈഡിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് നാനോ പാർട്ടിക്കിൾസ് സൈസ് ഷുഡ് ബി 1 to 100 നാനോമീറ്റേഴ്സ്. നോർമലി നമ്മൾ കാണുന്നത് എന്താണ്? 1 to 100 നാനോമീറ്റേഴ്സ് സൈസുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? നാനോ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി കുറച്ചുകൂടെ അഡ്വാൻസ് നോർമലി സംസാരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞു. കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ 1 to 10 നാനോമീറ്റേഴ്സിൽ നമ്മൾ ക്വാണ്ടം ഡോട്ട്സ് എന്നാണ് വിളിക്കുക. ക്വാണ്ടം ഡോട്ട്സ്. ആൻഡ് 10 to 100 നാനോമീറ്ററുള്ള ആളുകളെയാണ് നമ്മൾ ജനറലി നാനോ പാർട്ടിക്കിൾസ്. ആദ്യം നമുക്ക് നോർമലി 1 to 100 വിളിക്കാൻ പറ്റും, തെറ്റൊന്നുമില്ല. പക്ഷെ ഒന്നും കൂടി ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ 10 to 100 നാനോമീറ്റർ സൈസുള്ള ആളുകളെ നമ്മൾ വിളിക്കും നാനോ പാർട്ടിക്കിൾസ്. അതിലാണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 10 to 100 നാനോമീറ്റേഴ്സ്. ഇനി എന്താണ് ഈ നാനോമീറ്റർ? വാട്ട് ആർ നാനോമീറ്റേഴ്സ്? നമുക്കറിയാം, നമ്മൾ സാധാരണ സെൻറ്റിമീറ്റർ, ഡെസിമീറ്റർ, മില്ലിമീറ്റർ, മീറ്റർ, ഇതൊക്കെ നമുക്ക് നോർമലി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സൈസിലുള്ള ആളുകളാണ് അല്ലേ. ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഈ ഒരു സൈസ് ഉണ്ട്, ഈ ഒരു ലെങ്ത് ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാലോ. അതുപോലെ വീണ്ടും ചെറുതാക്കി കൊണ്ടുവരും. 1 മില്ലിമീറ്ററിലേക്ക് എത്തും. ഇപ്പോൾ ഒരു 10 മില്ലിമീറ്ററാണ് ഒരു സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 1000 മില്ലിമീറ്റേഴ്സാണ് ഒരു മീറ്റർ എന്നൊക്കെ നമുക്കറിയാം. ഇനി അതിൻ്റെയും താഴേക്ക് വരുമ്പം മൈക്രോമീറ്ററിലേക്ക് എത്തും. അതായത് ഇപ്പം എന്താ പറയുക, ഏകദേശം 1000 മൈക്രോമീറ്റേഴ്സാണ് ഒരു മില്ലിമീറ്റർ. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 1000 മില്ലിമീറ്റേഴ്സ് ആണെന്ത് ഒരു മീറ്റർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് ചെറുതാക്കി വീണ്ടും ചെറുതാക്കി. അപ്പോൾ 1000 മൈക്രോമീറ്റേഴ്സാണ് ഒരു മില്ലിമീറ്റർ. ഇനി അതിലേക്കും 1000 ഡിവൈഡ് ചെയ്യുക. 1000 മൈക്രോമീറ്റേഴ്സ് 1000 നാനോമീറ്റേഴ്സ് ആണെന്ത് ഒരു മൈക്രോമീറ്റർ. 1000 നാനോമീറ്റേഴ്സ് ആണെന്ത് ഒരു മൈക്രോമീറ്റർ. അപ്പോൾ നമ്മൾ 3 ആക്കി എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ആദ്യം 1000 ഡിവൈഡ് ചെയ്തു, പിന്നെയും 1000 ഡിവൈഡ് ചെയ്തു, എഗെയിൻ ഡിവൈഡഡ് ബൈ 1000. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 10 to the power -9 എന്നുള്ള കേസ് വരുന്നത്. സോ 1 മീറ്റർ 1000 മില്ലിമീറ്റർ. 1000 മില്ലിമീറ്റർ 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് 1000 മൈക്രോമീറ്റേഴ്സ്. ഓക്കെ, 1000 മൈക്രോമീറ്റേഴ്സ്. ദെൻ 1 നാനോ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് 1000 നാനോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോമീറ്റർ. അങ്ങനെ 3 ആക്കി ഡിവൈഡ് ചെയ്തു. അതുകൊണ്ടാണ് -9 വന്നത്. സോ 1 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് 10 to the power -9 മീറ്റേഴ്സ് ആണ്. ഇതവിടെ കൊടുത്തിട്ടുണ്ട് 1 in a billion. 1 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 100 കോടിയാണ്. 100 കോടി 1 ബില്യൺ. നമ്മൾ മില്യൺ, ബില്യൺ, ട്രില്യൺ എന്നുള്ള കേസസൊക്കെ കേട്ടിട്ടുണ്ടാവും. മില്യണൊക്കെ നമുക്കറിയാം 10 lakhs ആണ്. 1 മില്യൺ ലൈക്സ്, 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ട്. സോ അതുപോലെ ബില്യൺ എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് 100 crores ആണ്. 100 കോടി ഏകദേശം. അപ്പോൾ 1 in a billion എന്ന് പറയുമ്പോൾ എത്രയപ്പോൾ അത്? ഇപ്പോൾ ഒരു മീറ്ററിൽ നമ്മൾ പറയുന്നത് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു സൈസ് വരും. എത്ര വരും? 1 മീറ്റർ. ഈ 1 മീറ്റർ ഡിസ്റ്റൻസിനെ, ഈ ലെങ്ത്തിനെ 100 കോടി ഭാഗങ്ങളാക്കിയെന്ന് വിചാരിക്കാം. ഈ ഒരു 1 മീറ്ററിനെ 100 കോടിയാണ്, 100 crores. 100 കോടി ഭാഗങ്ങളാക്കി. അതിലൊന്നാണെന്ത്? ഒരു നാനോമീറ്റർ. അതിലെ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണെന്ത്? 1 നാനോമീറ്റർ. അത്രയും ചെറുതാണെന്ന് ആലോചിക്കാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നേക്കഡ് ഐ ഉപയോഗിച്ചിട്ട് ഒരിക്കലും നമുക്കതിനെ കാണാൻ പറ്റില്ല. വിസിബിൾ അല്ല. നാനോമീറ്റേഴ്സ് അത്രയും ചെറുതാക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് കണ്ണിന് കാണാൻ പറ്റുന്ന സൈസിനൊരു പരിധിയുണ്ട്. ദർ ഈസ് എ ബൗണ്ടറി. ഇത്ര എന്നുള്ള കണക്കുണ്ട്. അതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ബാക്ടീരിയ, ഫംഗസ്, വൈറസ് എന്നൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? അവരത്രയും മൈക്രോ ഓർഗാനിസംസ് എന്ന് നമ്മൾ വിളിക്കുക. അവരൊക്കെ സൈസ് എന്താണ്? മൈക്രോയിലാണ്. അതിൻ്റെയും താഴെയാണെന്ന്. മൈക്രോ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെയും താഴെയുള്ള നാനോയെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റും. ഓക്കെ, സോ 1 ബില്യൺ എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1 in a billion. നമുക്ക് ചെറുതെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റണം. എന്താണ്, എത്രയാണ് ഇപ്പോൾ ഈ ചെറുത് എന്ന് പറഞ്ഞാൽ. സോ ദാറ്റ് ഈസ് 1 in a billion. സോ അതാണ് നാനോ സൈസ്. ഇത്രയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളിനി ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഉള്ളത്, അതിലേക്ക് വരാം. യെസ്, നാനോ കെമിസ്ട്രിയുടെ കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നാനോ കെമിസ്ട്രി എന്താണ് എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ. നാനോ കെമിസ്ട്രി ഇസ് എ ബ്രാഞ്ച് ഓഫ് നാനോ സയൻസ്. ഇപ്പോൾ കെമിസ്ട്രി നമുക്കറിയാം സയൻസിൻ്റെ ബ്രാഞ്ചാണ്.
അപ്പോൾ നാനോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും, നാനോ സയൻസിൻ്റെ ബ്രാഞ്ച് ആയിരിക്കും. ഫോക്കസ്ഡ് ഓൺ കെമിക്കൽ പ്രോസസ്സസ് ദാറ്റ് ഒക്കർ ഇൻ ദ നാനോ സ്കെയിൽ. നാനോ സ്കെയിലുള്ള എന്തും നമുക്ക് എന്ത് പറയാം, നാനോ കെമിസ്ട്രി ആണ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റും. ഇറ്റ് കമ്പൈൻസ് പ്രിൻസിപ്പിൾസ് ഫ്രം കെമിസ്ട്രി ആൻഡ് നാനോ ടെക്നോളജി. കെമിസ്ട്രി മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതിനൂടെ എന്തുകൂടെ വേണം, ടെക്നോളജി എന്നുകൂടെ വേണം. ടു സ്റ്റഡി ആൻഡ് മാനിപ്പുലേറ്റ് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് മെറ്റീരിയൽസ് അറ്റ് ദ മോളിക്കുലാർ ആൻഡ് ആറ്റോമിക് ലെവൽസ്. മോളിക്കുലാർ ലെവലിലും അറ്റോമിക് ലെവലിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് വാട്ട് ഈസ് എ ഗോൾ, നാനോ കെമിസ്ട്രിയുടെ ഗോൾ എന്താ പറയുന്നത്, the goal of nanochemistry is to create and control materials with unique properties that arise due to their nanoscale dimensions. ഈ നാനോ സ്കെയിലേക്ക് മാറ്റിയാൽ അവർക്ക് സ്വാഭാവികമായിട്ടും ചില പവറുകൾ വരും എന്നാണ് പറയുന്നത്. സാധാരണ സൈസിലുള്ളതിനെ നമ്മൾ ജസ്റ്റ് നാനോയിലേക്ക് കൺവേർട്ട് ചെയ്താൽ അവർക്ക് അസാധ്യമായ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ട് ഇപ്പം സൈസ് കുറച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെല്ലാം അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല. സൈസ് കുറയ്ക്കുന്നത് മാത്രമല്ല എന്ത്, സൈസ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ സൈസ് കുറച്ചത് കൊണ്ട് നമുക്ക് എന്ത് വേണം, അഡ്വാൻറ്റേജസ് വേണം. അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ മാത്രമേ അതൊരു ഇന്നോവേറ്റീവ് ടെക്നിക്കായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് ക്രൈറ്റീരിയ. ഇതെന്താണെന്ത് നാനോ കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആൻസർ കൊടുക്കേണ്ടത്. വാട്ട് ഈസ് നാനോ കെമിസ്ട്രി എന്ന് ചോദിക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദ ഡെഫിനിഷൻ. ദെൻ സൈസ് നമ്മൾ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞു. And the term nano is introduced by Richard Feynman. Richard Feynman എന്ന് പറഞ്ഞ ഒരു സയൻറ്റിസ്റ്റ് ആണെന്ത്, an American physicist and Nobel Prize laureate റിച്ചാർഡ് ഫെയ്ൻമാൻ. ഈ ഒരു കോൺസെപ്റ്റ് നാനോ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉള്ള പ്രോപ്പർട്ടീസാണ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞ ആളാണെന്ത്, റിച്ചാർഡ് ഫെയ്ൻമാൻ. ബിക്കോസ് ഞാനിവിടെ ഈ പേര് പറയാൻ കാരണം നമുക്ക് ഏറ്റവും പുതിയൊരു കാര്യം പഠിക്കുമ്പം അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളെ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞേ പറ്റും. ഓക്കെ, പണ്ടത്തെ കോൺസെപ്റ്റൊക്കെ നമ്മൾ കേട്ട് സയൻറ്റിസ്റ്റിൻ്റെയൊക്കെ പേര് നമുക്ക് പലതും നമുക്ക് അറിയാം. പക്ഷേ ഈ നാനോ എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളുടെ പേര് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റില്ല. സോ റിച്ചാർഡ് ഫെയ്ൻമാൻ ഇസ് എ സയൻറ്റിസ്റ്റ് ബിഹൈൻഡ് ദാറ്റ്, റിച്ചാർഡ് ഫെയ്ൻമാൻ. ആൻഡ് യെസ്, അയാളെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. അയാൾ ഡ്യൂറിങ് ദ ആനുവൽ മീറ്റിംഗ് ഓഫ് അമേരിക്കൻ ഫിസിക്കൽ സൊസൈറ്റിയുടെ ആനുവൽ മീറ്റിങ്ങിൽ വെച്ച് അയാളൊരു എന്താ അവതരിപ്പിച്ചു, ഫെയ്ൻമാൻ പ്രസൻറ്റഡ് എ ലെക്ചർ. സോറി, അത് ഇവിടെ മിസ്സിംഗ് ആണ് കേട്ടോ, സോറി, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു എന്താണ് ഒരു വാട്ട് വി കോൾ ഒരു ലെക്ചർ എന്ത് ചെയ്തു, അവതരിപ്പിച്ചു. ആ ലെക്ചറിൻ്റെ ടൈറ്റിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം അറ്റ് ദി ബോട്ടം എന്നാണ് ലെക്ചറിൻ്റെ ടൈറ്റിൽ കൊടുത്തത്. ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം അറ്റ് ദി ബോട്ടം. വാട്ട് ഡസ് ഇറ്റ് മീൻ, എന്താ പറയുന്നത് ഉദ്ദേശിക്കുന്നത്, ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി പേരാണല്ലേ. ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം. റൂം എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് മീൻ ബൈ സ്പേസ്. അവിടെ എന്തോ ഒരു എന്താണ് കുറച്ച് സംഭവങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതാണ്. റൂം എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് സ്പേസ്, അവിടെ എന്തോ ഉണ്ട്. അറ്റ് ദി ബോട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, താഴത്ത് കുറച്ച് സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും, താഴെ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, സൈസിനെ നമ്മൾ താഴ്ത്തി ചെറുതാക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് ഈ ഒരു ഹെഡിങ് കേൾക്കുമ്പോൾ നമുക്ക് ഒന്നും തോന്നില്ല. ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം അറ്റ് ദി ബോട്ടം നമ്മൾ ചിന്തിക്കും. പക്ഷേ ഉദ്ദേശിക്കുന്നത് എന്താണ്, ബോട്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, താഴെ സൈസ് ചെറുതാക്കുമ്പം ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം, പ്ലെൻറ്റി ഓഫ് സ്പേസ്, പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൂം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന റൂം അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ റൂം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല, ദർ ഇസ് എ സ്പേസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള സംഭവങ്ങൾ താഴത്ത് നടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ എന്താ പറയുക, നമ്മളൊരു ബ്രെയിൻ സ്റ്റോമിംഗ് എന്നൊക്കെ പറയില്ലേ, ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാറില്ലേ, അതാണ് എന്ത് സംഭവം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ അത്രയാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കഴിഞ്ഞത്. സോ നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ്. ഈ നാനോ മെറ്റീരിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ആകെ ഒരു വൺ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻ. ഡയമെൻഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് പറയാം. ഇപ്പോൾ ഡയമെൻഷൻ നമുക്കറിയാം 3D അല്ലേ, 3 ഡയമെൻഷനിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. 3 ഡയമെൻഷനൽ 3 ആക്സിസിൽ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ 3 ആക്സിസിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുക.
സോ അതുപോലെ ആ ഡയമെൻഷൻ്റെ ബേസിലാണ് നമ്മൾ ഇതിനെ ആക്ച്വലി ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒന്ന് ഇതിൽ ആപ്ലിക്കബിൾ അല്ല, നമുക്ക് മനസ്സിലാവും, പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, 3 ആണ് ആക്ച്വലി ഉള്ളത് നമുക്ക്. അതിൽ 0D 1D 2D പിന്നെ 3Dയും കൂടെ ഉണ്ട്. ഓക്കെ, നമ്മൾ പറയാം. സോ 0D എന്ന് പറഞ്ഞാൽ all 3 dimensions are in നാനോ സ്കെയിൽ. എല്ലാ 0D ആണ്. ഇത് മാറിപ്പോയത്, ഇവിടെ കൺഫ്യൂഷൻ ഒരുപാട് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷേ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. 0D എന്ന് പറഞ്ഞാൽ എല്ലാ ഡയമെൻഷൻസും. ഇപ്പോൾ ഒരു സാധാരണ നമ്മുടെ കയ്യിലുള്ളൊരു നാനോ മെറ്റീരിയൽ ഉണ്ട്. ആ നാനോ മെറ്റീരിയലിൻ്റെ 3 ആക്സിസിലുള്ള ലെങ്ത്ത് എന്തിലാണ്? നാനോ സ്കെയിലാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. നാനോ ആണ്, 3ഉം നാനോ ആണ്. വിളിക്കുന്ന പേര് 0D നാനോ പാർട്ടിക്കിൾസ്. ആൻഡ് സോ ഇറ്റ് ഈസ് കാൾഡ് നാനോ പാർട്ടിക്കിൾസ്. എക്സാമ്പിൾ ഗ്രാഫീൻ ക്വാണ്ടം ഡോട്ട്സ്, GQD, ഗ്രാഫീൻ ക്വാണ്ടം ഡോട്ട്സ്, കാർബൺ ക്വാണ്ടം ഡോട്ട്സ്, ഫുള്ളറീൻസ്, ഇതൊക്കെയാണ് എന്ത് 0D നാനോ പാർട്ടിക്കിൾസിന് അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസിന് എക്സാമ്പിൾ. 1Dയിലേക്ക് വരുമ്പോഴോ 0D എന്ന് പറഞ്ഞാൽ 3ഉം നാനോ ആണ്. ഓക്കെ, 1D എന്ന് പറയുമ്പം ഓൾ ഡയമെൻഷൻസ് ആർ നാനോ ഇൻ സൈസ് എക്സെപ്റ്റ് 1. ഒന്നൊഴികെ ബാക്കി എല്ലാതും എന്താണ്? നാനോയിലാണ്. സോ 1D എന്ന് പറഞ്ഞാൽ ഒന്നൊഴികെ ബാക്കി എല്ലാതും എന്ന് പറഞ്ഞാൽ ആകെ 3 ഉള്ളത്. ഒന്ന് നാനോയിലല്ല, ബാക്കി 2 ഡയമെൻഷൻസും എന്തിലാണ്? നാനോയിലാണ്. ഓക്കെ, 1D എന്ന് പറഞ്ഞാൽ 1 റെഫർ ചെയ്യുന്നത് എങ്ങനെ നമ്മൾ പറയാം? 1D എന്ന് പറയുമ്പോൾ 1 എന്താണ്? നാനോയിലല്ല. ഓക്കെ, 1 ഡയമെൻഷൻസ് ആർ ഇൻ അതർ ദാൻ നാനോ സ്കെയിൽ. So that is 1 dimension is എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഇസ് 1 dimension is outside നാനോ സ്കെയിൽ. ഒരു ഡയമെൻഷൻ മാത്രം നാനോൻ്റെ പുറത്താണ്, നാനോനെക്കാട്ടും വലുപ്പം ഉണ്ടെന്ന് അർത്ഥം. ഓക്കെ, സോ ഇവിടെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് നാനോ ട്യൂബ്സ്. നമ്മൾ ഡീറ്റെയിൽ ഡിസ്കഷനുള്ള കാർബൺ നാനോ ട്യൂബ്സ് ഒക്കെ ഇതിൽ വരുന്ന സംഭവമാണ്. ഓക്കെ, നാനോ ട്യൂബ്സ്, നാനോ വയേഴ്സ്, നാനോ റോഡ്സ്, ഇതൊക്കെയാണ് എന്ത് എക്സാമ്പിൾസ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ പ്രത്യേകത നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യുമ്പം എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ദെൻ 2Dയിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. 2D എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഒന്ന് മാത്രമേ എന്തിലുണ്ടാവുള്ളൂ? നാനോയിലുണ്ടാവുള്ളൂ. 3 ഡയമെൻഷൻസ് ഉണ്ട്. അതിൽ 2 ഔട്ട്സൈഡ് നാനോ സ്കെയിലാണ്, ഒന്ന് മാത്രം എന്താണ്? നാനോയിലാണ്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് 2D നാനോ പാർട്ടിക്കിൾസ്. ഇവിടെ കൊടുത്തിട്ട് 2 ഓഫ് ദ ഡയമെൻഷൻസ് ആർ ഔട്ട്സൈഡ് നാനോ സ്കെയിൽ, 1 ഡയമെൻഷൻ ഇസ് ഇൻ നാനോ സ്കെയിൽ. ഓക്കെ, ഇതൊരു പ്ലേറ്റ് ലൈക്ക് ഷേപ്സ് ഒക്കെ തരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എക്സാമ്പിൾസ് ഗ്രാഫീൻ കൊടുത്തിട്ടുണ്ട്, നാനോ ഫിലിംസ്, നാനോ ലെയേഴ്സ് ആൻഡ് നാനോ കോട്ടിങ്സ്, ഇതൊക്കെ എക്സാമ്പിളാണ്. ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ മാക്സിമം 2 എക്സാമ്പിൾ എന്തായാലും എന്ത് ചെയ്യണം? പഠിച്ചേ പറ്റുള്ളൂ. ദെൻ 3Dയിലേക്ക് വരുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഇതിൽ വരാത്ത ആളായിരിക്കും. ഓക്കെ, 3D എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾ ഡയമെൻഷൻസ് ആർ ഔട്ട് ഓഫ് നാനോ സ്കെയിൽ. ഒന്നും എന്തിലല്ല, ഒരു ഡയമെൻഷനും നാനോയിലേക്ക് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് നാനോ പാർട്ടിക്കിൾ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഒരു ഡയമെൻഷനിലെങ്കിലും, 3ലും വേണ്ട, ഒരു ഡയമെൻഷനിലെങ്കിലും എന്ത് വരണം? നാനോ സ്കെയിൽ മെഷർമെൻറ്റ്സ് അല്ലെങ്കിൽ നാനോ സ്കെയിൽ ലെങ്ത്ത് വന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? നാനോ പാർട്ടിക്കിൾ അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽ വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 3D നാനോ പാർട്ടിക്കിൾ എന്നുള്ളത്, അതിൽ 3Dയിൽ എന്തില്ല? ക്ലാസിഫിക്കേഷൻ ഇല്ല. ഓക്കെ, അതാണ് നമ്മൾ അറിയേണ്ട വിഷയം. അതുകൊണ്ടാണ് ഞാൻ ഇത് ചിലപ്പോൾ ഇതിൽ ഉള്ളിലുള്ള എല്ലാം എന്ന് പറയാൻ കാരണം. പക്ഷെ നമുക്ക് ക്ലാസിഫിക്കേഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യാം? വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി വെക്കാം, പ്രശ്നമില്ല. 0D 1D 2D ആൻഡ് 3D. 3D ഔട്ട് ഓഫ് ഓൾ ഡയമെൻഷൻസ് ആർ ഔട്ട് ഓഫ് നാനോ സ്കെയിൽ, നാനോ സ്കെയിലിൻ്റെ പുറത്താണ്. സോ ഇറ്റ് ഈസ് നോ ലോങ്ങർ എ നാനോ മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല? നാനോൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഭാഗമായിട്ട് പറയാൻ പറ്റില്ല. ഇനി കൃത്യമായ ഡെഫിനിഷൻ ഉണ്ട് നാനോ പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസിൻ്റെ കൃത്യമായ ഡെഫിനിഷൻ. എന്തിനെയാണ്, ആരൊക്കെയാണ് നമുക്ക് നാനോ പാർട്ടിക്കിൾ അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽ എന്ന് വിളിക്കാൻ പറ്റുക? ആരൊക്കെയാണ്? മെറ്റീരിയൽസ് ഓർ പാർട്ടിക്കിൾസ് ഹാവിങ് സൈസ് ഇൻ നാനോമീറ്റർ അറ്റ്ലീസ്റ്റ് ഇൻ 1 ഡയമെൻഷൻ. ഒരു ഡയമെൻഷനെങ്കിലും ലെങ്ത് എന്തിൽ വരണം? നാനോമീറ്ററിൽ അല്ലെങ്കിൽ നാനോ സ്കെയിലിലേക്ക് വരണം. അങ്ങനെയുള്ള ആളുകളെ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് 0D 1D 2D ഇവരെ മാത്രമേ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുള്ളൂ? നാനോ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നാനോ മെറ്റീരിയൽസ് വിളിക്കാൻ പറ്റുള്ളൂ. ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽ. സിമ്പിളാണ്, ഒന്നുമില്ല. എക്സാമ്പിൾസ് പഠിച്ചിരിക്കുക ആൻഡ് മാറിപ്പോയത്. 0D എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഔട്ട് ഓഫ് നാനോ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. 3 എന്തിലാണ്? നാനോയിലാണ്. യെസ്, അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. സിന്തസിസ് ഓഫ് നാനോ മെറ്റീരിയൽസ്.
നമുക്ക് നാനോ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാൻ 2 മെത്തേഡ്സാണ് ഉള്ളത്. 2 മെത്തേഡ്സ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന 2 മെത്തേഡ്സാണ് ഉള്ളത്. അതിലൊന്നിൻ്റെ പേര് ടോപ്പ് ഡൗൺ. ടോപ്പ് ഡൗൺ ഒരു വെറൈറ്റി പേരുണ്ടല്ലേ, ടോപ്പ് ഡൗൺ പ്രോസസ്സസ്. രണ്ടാമത്തെ പേര് ഇപ്പം തന്നെ പറയാം. രണ്ടാമത്തെ പേര് ഇതാ ബോട്ടം അപ്പ്. ഒരു വെറൈറ്റി ഉണ്ടല്ലേ, ടോപ്പ് ഡൗൺ ബോട്ടം അപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ പ്രത്യേകത? നമ്മൾ നാനോ മെറ്റീരിയൽസിന് ഉണ്ടാക്കുകയാണ്. അതായത് നാനോ മീറ്ററിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിന് നമ്മൾ ഉണ്ടാക്കാൻ പോകണം. സിന്തസിസ് ഇത് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് വിശദമായിട്ട് നമ്മൾ പിന്നെ പറയുന്നുണ്ട്. ഓക്കെ, സോ 2 മെത്തേഡ്സ്. ടോപ്പ് ഡൗൺ. ടോപ്പ് ഡൗൺ കൃത്യമായിട്ട് ആ വാക്കിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് കിട്ടും. ടോപ്പ് ഡൗൺ അതായത് നാനോയേക്കാൾ സൈസ് കൂടിയ ഒരാളെ നമ്മൾ എടുക്കുന്നു, അയാളുടെ സൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറയ്ക്കും. അതാണ് ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. നാനോയേക്കാൾ സൈസ് കൂടിയ ഒരാളെ, അതായത് ഇപ്പോൾ ഒരു മൈക്രോ മില്ലിമീറ്ററിലുള്ള ഒരാളെ നമുക്ക് കാണാൻ പറ്റുന്ന ആളെ എടുക്കുന്നു, അയാളെ നമ്മൾ സൈസ് കുറച്ച് എന്ത് ചെയ്യുന്നു? നാനോയിലേക്ക് എത്തിക്കുന്നു. ദാറ്റ് ഈസ് ടോപ്പ് ഡൗൺ പ്രോസസ്. ടോപ്പ് ഡൗൺ പ്രോസസ്. In top down approach, larger pieces of materials are broken down into nanoscale. Broken down നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, 2 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഒന്നിൻ്റെ പേര് ബോൾ മില്ലിംഗ് എന്നാണ്, രണ്ടാമത്തെ ലേസർ അബ്ലേഷൻ എന്നാണ്. ലേസർ അബ്ലേഷൻ. സോ ബോൾ മില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൊടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. മില്ലിങ്ങിൽ അല്ലേ, മില്ല് നമ്മൾ പോകാറില്ലേ, സാധാരണ ഫ്ലവർ മിൽ പൊടിക്കുക. അതായത് വലിയൊരു സാധനത്തിനെ പൊടിച്ച് നമുക്കറിയാം പൗഡർ ആവല്ലേ. പൗഡർ എന്ന് പറഞ്ഞാൽ സൈസ് കുറവല്ലേ, വളരെ സൈസ് കുറവാണ്. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ ടെക്നിക്. എ മെക്കാനിക്കൽ ഗ്രൈൻഡിങ് പ്രോസസ് വെർ ബൾക്ക് മെറ്റീരിയൽസ് ആർ ഗ്രൗണ്ട് ഇൻ ടു നാനോ സൈസ്ഡ് പാർട്ടിക്കിൾസ്. പൊടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് കൊണ്ടുവരാം. ദെൻ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഇങ്ങനെയാണെന്ന് പറയുന്ന ബോൾ മില്ലിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക, ജസ്റ്റ് എന്താണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ലേസർ അബ്ലേഷൻ. ലേസർ നമുക്കറിയാം എന്താ, ലൈറ്റാണ് അല്ലേ, ലൈറ്റ്. സോ ആ ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നാനോ മെറ്റീരിയൽസ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ള അല്ലെങ്കിൽ ഹൈ എനർജിയുള്ള ലൈറ്റാണ്. ഇൻ ദിസ് പ്രോസസ് ഹൈ പവേർഡ് ലേസേഴ്സ്. നമുക്കറിയാമെങ്കിൽ ലേസറിൻ്റെയൊക്കെ വലിയ ഉപയോഗങ്ങൾ അറിയുമെന്ന് അറിയില്ല. ലേസർ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പോൾ ഈ സ്റ്റീല്, ഇരുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റൽസിൻ്റെയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ഉപയോഗിച്ചിട്ട് ലേസർ ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഹൈ പവേർഡ് ലേസർ ആയിരിക്കണം. വെറുതെ നമുക്ക് കാര്യമില്ല. ഹൈ പവർ ലേസർ ഉപയോഗിച്ച് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. ലേസർ കട്ടിംഗ് ഒക്കെ ഉണ്ട്, അറിയാമെന്ന് വിചാരിക്കുന്നു. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഹൈ പവേർഡ് ലേസർ വേപ്പറൈസ് എ മെറ്റീരിയൽ. അതായത് നമ്മുടെ കയ്യിൽ സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക, അത്യാവശ്യം ബൾക്കായിട്ടുള്ള. നമുക്കറിയാം വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു അല്ലേ. സോ വലിയ ആൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ പൊടിച്ച് താഴേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഹൈ പവേർഡ് ലേസേഴ്സ് ഉപയോഗിക്കാം. ലേസേഴ്സ് ഹൈ പവേർഡ്. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്കതിനെ വേപ്പറൈസ് ചെയ്തിട്ട്, വേപ്പറൈസ് ചെയ്യാൻ സോളിഡ് ആയിട്ടുള്ള ആളെ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം? വേപ്പർ സ്റ്റേറ്റിലേക്ക്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കണ്ടൻസ് ചെയ്യാം. ദാൻ ആറ്റംസ് കണ്ടൻസ് ടു ഫോം നാനോ പാർട്ടിക്കിൾസ്. ആ ആറ്റംസ് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടൻസ് ചെയ്തിട്ട് നാനോ പാർട്ടിക്കിളിൻ്റെ അതിലേക്ക് കൊണ്ടുവരാം. ദീസ് ആർ ദ 2 മെത്തേഡ്സ്. ടോപ്പ് ഡൗൺ പ്രോസസ്സിൽ, ടോപ്പ് ഡൗൺ ഇവിടെ വരച്ചിട്ടുള്ളതാണ്. ടോപ്പ് ഡൗൺ പ്രോസസ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന 2 മെത്തേഡ്സ് ആണെന്ത്? ബോൾ മില്ലിംഗ് ആൻഡ് ലേസർ അബ്ലിക്കേഷൻ. ജസ്റ്റ് ബ്രീഫ് ആയിട്ടുള്ള കാര്യം മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ദാറ്റ് ആർ ടോപ്പ് ഡൗൺ പ്രോസസ്സസ്. ഇനി അതിൽ തന്നെയുള്ള രണ്ടാമത്താണെന്ത്? ബോട്ടം അപ്പ്. ടോപ്പ് ഡൗണിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ടോപ്പ് ഡൗൺ. ഇതെന്താണ്? ബോട്ടം അപ്പ്. എന്താ ബോട്ടം അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു വലിയ ആളെ ചെറുതാക്കുക. ഇത് നാനോയേക്കാൾ ചെറിയ ആൾ നമുക്ക് എന്ത് ചെയ്യാം? വലുതാക്കി കൊണ്ടുവരാം. വിച്ച് ഈസ് ദ ബോട്ടം അപ്പ് അപ്രോച്ച് ബിൽഡ്സ് നാനോ മെറ്റീരിയൽസ് ഫ്രം ആറ്റോമിക് ഓർ മോളിക്കുലാർ പ്രിക്കേഴ്സേഴ്സ്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞു നാനോയേക്കാൾ ചെറുതാണെന്ത്? ആറ്റം. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു എന്ത്? ആറ്റം എന്നുള്ള ഇതിലേക്ക് വന്നില്ല. നമ്മൾ ആറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ്. അതിൻ്റെ താഴേക്ക് ഇനി എന്തില്ല? സൈസ് കുറയ്ക്കാൻ പറ്റില്ല. ഈ ആറ്റത്തിന് നമ്മൾ എടുക്കുന്നു, ആറ്റത്തിന് നമ്മൾ കൂട്ടിച്ചേർത്ത് അപ്പോൾ കൂട്ടിച്ചേരുമ്പം വലുതാവും അല്ലേ. വലുതാകുമ്പോൾ അത് എന്തിലേക്ക് വരും? നാനോയിലേക്ക് വരും. ദാറ്റ് ഈസ് ബോട്ടം അപ്പ്.
അതായത് നാനോയിലല്ല ഉള്ളത്, നാനോയേക്കാൾ ചെറിയ ആളാണ്. ആ ചെറിയ ആൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നാനോയിലേക്ക് കൊണ്ടുവരുന്നു, മുകളിലേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ബോട്ടം അപ്പ് പ്രോസസ്സ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിന്തസിസ് മെത്തേഡ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിലാണ് നമുക്കൊരു 3 പറയാനുണ്ട്, പക്ഷേ ജസ്റ്റ് ക്രൈറ്റീരിയ മാത്രമേ പറയുന്നുള്ളൂ. ദ ബോട്ടം അപ്പ് അപ്രോച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഫ്രം ആറ്റോമിക് ഓർ മോളിക്കുലർ പ്രോസസ് ത്രൂ കെമിക്കൽ പ്രോസസ്സാണ്. ദ മെത്തേഡ് അലൗസ് പ്രിസൈസ് കൺട്രോൾ ഓവർ ദ സ്ട്രക്ചർ ആൻഡ് കോമ്പോസിഷൻ. നമുക്കത് ആറ്റംസിനെ കൂട്ടിച്ചേർത്ത് നാനോയിലേക്ക് കൊണ്ടുവരാം. 3 ഉണ്ട്. കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ ഉണ്ട്, സെൽഫ് അസംബ്ലി ഉണ്ട്, ഇലക്ട്രോ കെമിക്കൽ ഡെപ്പോസിഷൻ ഉണ്ട്. കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ആറ്റം നമ്മുടെ കയ്യിലുണ്ട്, ആറ്റത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറ്റി, എന്നിട്ട് അത് എന്ത് ചെയ്തു, കണ്ടൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറയാം. കണ്ടൻസ് ചെയ്യിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുവരും. അത്രേ ഉള്ളൂ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്, വേപ്പറാക്കി മാറ്റുമ്പോൾ പ്രത്യേകത, സോളിഡും വേപ്പറും തമ്മിലുള്ള പ്രത്യേകത എന്താണ്? സോളിഡ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ആറ്റംസ് ഒക്കെ വളരെ ക്ലോസ് ആയിട്ട് ഉണ്ടാവുക, പക്ഷേ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് മാക്സിമം ഡിസ്റ്റൻസിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആറ്റത്തിനെ അല്ലെങ്കിൽ മോളിക്യൂൾസിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാരക്ടറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്യാരക്ടറൈസ് ചെയ്തിട്ട് ഇവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്താക്കി മാറ്റാം, നാനോ സ്കെയിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ. ദെൻ ഇത് സെൽഫ് അസംബ്ലിയാണ്. അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താ, കൂടിച്ചേരുക എന്നുള്ളതാണ് അർത്ഥം. അസംബ്ലി സ്കൂളിലൊക്കെ നമുക്ക് അസംബ്ലി എന്ന് പറയാറില്ലേ. അസംബ്ലി എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ, സ്കൂളിൽ എല്ലാവരും കൂടെ കൂടിച്ചേരുന്ന സ്ഥലമാണ് നമ്മൾ അസംബ്ലി. അത് സെൽഫ് അസംബ്ലി, സ്വയം എന്ത് ചെയ്യണം, കൂടിച്ചേരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് സ്വയം കൂടിച്ചേർന്നിട്ട് ഉണ്ടാവുന്നതാണ്. മോളിക്യൂൾസ് ഓർഗനൈസ് ദംസെൽവ്സ് ഇൻ ടു ഓർഡേർഡ് നാനോ സ്ട്രക്ചേഴ്സ്. വെറുതെ അങ്ങോട്ട് കൂടിച്ചേരും. എന്നാൽ പിന്നെ കുറച്ച് ആറ്റംസ് ഞങ്ങൾ കൂടിച്ചേർന്ന് നാനോ പാർട്ടിക്കിൾസ് ആയേക്കാം. അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ തമ്മിൽ എന്ത് വേണം, ഒരു ഇൻട്രാക്ഷൻ എന്തായാലും വേണം. ആ ഇൻട്രാക്ഷൻസ് ആണ് ഇന്റർ മോളിക്കുലർ ഫോഴ്സസ്, ഹൈഡ്രജൻ ബോണ്ടിങ്, വാണ്ടർ വാൾസ് ഫോഴ്സസ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ്. ഇങ്ങനത്തെ ഉള്ള ഫോഴ്സസ് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഹൈഡ്രജൻ ബോണ്ടിങ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇവർ തമ്മിൽ മാക്സിമം അടുത്ത് നിൽക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ബോൺസ് ഉണ്ടെങ്കിൽ, ലൈക്ക് ഹൈഡ്രജൻ ബോണ്ടിങ്ങോ വാണ്ടർ വാൾസ് ഫോഴ്സസോ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസോ. ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഇൻട്രാക്ഷൻസാണ്. ഇവരൊക്കെ തമ്മിൽ എന്താ പറയുക, ഇതൊക്കെയാണ് എന്ത് ചെയ്യുക, ആറ്റത്തിനെ അല്ലെങ്കിൽ അയോൺസിനെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ, ജനറലി നമുക്ക് പറയുകയാണെങ്കിൽ പാർട്ടിക്കിൾസിനെയൊക്കെ കൂടെ നിർത്തുന്നതിനുള്ള സംഭവം. ഓക്കെ, യെസ്. ലാസ്റ്റ് വൺ ഇസ് ഇലക്ട്രോ കെമിക്കൽ ഡെപ്പോസിഷൻ. ഇലക്ട്രോ കെമിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസിങ് ഇലക്ട്രിസിറ്റി. ഇവിടെ കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷേ ഇവിടെ യൂസിങ് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണെന്ന് മാത്രം. ദിസ് ഇൻവോൾവ്സ് അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് കറണ്ട് അപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യാൻ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നു. നമ്മൾ ആനോഡ്, കാഥോഡ് ഒക്കെ ഉപയോഗിച്ചിട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യാനുണ്ട്. ആനോഡ്, കാഥോഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ, അത്ര വലിയ സംഭവമൊന്നുമില്ല. ആൻഡ് ബോട്ടം അപ്പ് പ്രോസസ്സാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മെത്തേഡ്സ് ഉള്ളത്: കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, സെൽഫ് അസംബ്ലി, ഇലക്ട്രോ കെമിക്കൽ ഡെപ്പോസിഷൻ, ബോട്ടം അപ്പ് പ്രൊസീജിയേഴ്സ്. ഇതാണ് ജനറലി ഒരു നാനോ മെറ്റീരിയൽ സിന്തസിസ് ചെയ്യാനുള്ള മെത്തേഡ്സ്. സോ ഇനി നമ്മൾ എന്തിലേക്ക് പോവാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള നാനോ മെറ്റീരിയൽ ഏതാണ്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, പോകും. സോ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കാർബൺ നാനോ ട്യൂബ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാർബൺ നാനോ ട്യൂബ്സ്. ഇവിടെ നമുക്ക് സംസാരിക്കാനുള്ളത് 2 types ഓഫ് കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. 2 types ഉണ്ട്. അത് ഓരോന്നും നമ്മൾ എങ്ങനെ സിന്തസൈസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ആൻഡ് ഓരോന്നിൻ്റെയും സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ്, ആപ്ലിക്കേഷൻസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ കാർബൺ നാനോ ട്യൂബ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം അറിഞ്ഞിരിക്കും. നമ്മൾ ജനറലി CNT എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ കാണിക്കുക. CNT എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, CNT ഇതെന്താണ്, കാർബൺ നാനോ ട്യൂബ്സ് ആണ്. നമ്മൾ ആ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞു നാനോ ട്യൂബ്സ് ഒക്കെ ഏതാണ്, 1 ഡയമെൻഷനിലാണെന്ന് പറഞ്ഞു അല്ലേ. 1 ഡയമെൻഷണൽ നാനോ പാർട്ടിക്കിൾസ് ആണെന്ന് പറഞ്ഞു. സോ കാർബൺ നാനോ ട്യൂബ്സ് ആർ സിലിണ്ട്രിക്കൽ നാനോ സ്ട്രക്ചേഴ്സ്. ഷേപ്പ് എന്താണ്, ട്യൂബ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ട്യൂബിലെ
സിലിണ്ടറിക്കലാണ് അല്ലേ, സിലിണ്ടറിക്കൽ സ്ട്രക്ചർ, പൈപ്പ് പോലെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ട്രക്ചേഴ്സാണ് കമ്പോസ്റ്റ് ഓഫ് കാർബൺ ആറ്റംസ്. ഇവിടുത്തെ പ്രത്യേകത ഇവിടെ കാർബൺ മാത്രമേ ഉള്ളൂ. കാർബൺ നാനോ ട്യൂബ്സിൻ്റെ പേര് വരാൻ കാരണം എന്തായിരിക്കും? വിച്ച് ഇസ് കമ്പോസ്റ്റ് ഓഫ് കാർബൺ ആറ്റംസ് ഓൺലി. കാർബൺ ആറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു നാനോ മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് എന്താ പ്രത്യേകത? അറേഞ്ച്ഡ് ഇൻ ഹെക്സഗണൽ ലാറ്റിസ്. ഹെക്സഗണൽ എന്ന് പറഞ്ഞാൽ, ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 കോർണേഴ്സ് ഉള്ള സ്ട്രക്ചറാണ്. സ്ട്രക്ചർ നമുക്ക് പറയാനായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, എന്ത് ഹെക്സഗണൽ ലാറ്റിസ് ആണ്. ഹെക്സഗണൽ 6 മൂലകളുള്ള എന്ന് പറയില്ല നമ്മൾ, 6 കോർണേഴ്സ് ഉള്ള എന്താണ് ഒരു ലാറ്റിസ് ആണ്. ആ ഒരു സ്ട്രക്ചറൽ അറേഞ്ച്മെൻ്റ് ആണ്. ദേ ഹാവ് റിമാർക്കബിൾ ഇലക്ട്രിക്കൽ, തെർമൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. വെറുതെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യല്ലത്. ഇതെന്ന ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ള പ്രോപ്പർട്ടീസാണ്. ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ള പ്രോപ്പർട്ടീസാണ്. ഓക്കെ, അതിപ്പോൾ ഇലക്ട്രിക്കലാവാം, തെർമലാവാം, മെക്കാനിക്കലാവാം, എല്ലാ ഫീൽഡിലും നമുക്ക് എന്തുണ്ട്, കൃത്യമായിട്ടുള്ള സംഭവം.